ചില ചരിത്രങ്ങളുണ്ട്. എത്രയൊക്കെ അടച്ചുവെക്കാൻ ശ്രമിച്ചാലും അതങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊരു തർക്കത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസതർക്കം. ഷിയ പാരമ്പര്യത്തിലെ 12ാമത്തെ ഇമാം. അദ്ദേഹം മറവിൽ പോയപ്പോൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമി? നമ്മൾ കേട്ടുപരിചയിച്ച ആ 4 പേരാണോ, അതോ ചരിത്രം തമസ്കരിച്ച മറ്റൊരാളോ? നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇതിലാണ് എല്ലാം കിടക്കുന്നത്. ഇതിന്റെ ഉത്തരം വെറും ഒരു പേരല്ല, മറിച്ച് വിശ്വാസത്തെയും അധികാരത്തെയും കുറിച്ചുള്ള 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നമുക്ക് മുന്നിൽ തുറന്നുതരുന്നത്. ഒരു വശത്ത് നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഒരു ചരിത്രമുണ്ട്, മറുവശത്ത് അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന, വെല്ലുവിളിക്കുന്ന ഒരു വാദവും. ഏതായിരിക്കും ശരി? അപ്പോ നമുക്ക് ഈ 2 വഴികളുമൊന്ന് പോയി നോക്കിയാലോ? ആദ്യം പൊതുവായി അംഗീകരിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്ന ആ ചരിത്രം എന്താണെന്ന് നോക്കാം. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന, ഒരുപക്ഷെ അധികമാരും കേട്ടിട്ടില്ലാത്ത ഈ ഒരു മറുവാദത്തിലേക്കും അതിന്റെ തെളിവുകളിലേക്കും നമുക്ക് കടക്കാം. റെഡിയല്ലേ? ഈ തർക്കമൊക്കെ എവിടെ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചറിയണം. ചെറിയ തിരോധാനമെന്നാണ് അതിനെ പറയുന്നത്. അതായത് ഇമാം ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, പക്ഷേ അദ്ദേഹം തന്റെ വിശ്വസ്തരായ ദൂതന്മാർ വഴി അനുയായികളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഏകദേശം 70 വർഷത്തോളം നീണ്ട ഒരു കാലം. അപ്പോൾ ആരായിരുന്നു ആ ദൂതന്മാർ? അവിടെയാണ് തർക്കം തുടങ്ങുന്നത്. ഇവിടെ വെച്ചാണ് കഥ 2ആയിട്ട് പിരിയുന്നത്. മുഖ്യധാര ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നിനു പുറകെ ഒന്നായി 4 പേർ ഇമാമിന്റെ പ്രതിനിധികളായി വന്നു എന്നാണ്. പക്ഷെ നമ്മളിവിടെ പരിശോധിക്കുന്ന ഈ ഒരു വാദം അതിന് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അവർ പറയുന്നു, 4 പേരല്ല, ഒരാൾ മാത്രം. ഇമാമിലേക്കുള്ള യഥാർത്ഥ വാതിൽ എന്ന് പറയുന്നത് ഒരാൾ മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 പേരും അവരാരായിരുന്നു? ചരിത്രം വളരെ ആദരവോടെ കാണുന്ന ആ 4 സ്ഥാനപതികളെക്കുറിച്ച് ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ചില ആരോപണങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ വെടി. ഒരു സംശയത്തിനും ഇടയില്ലാതെ നേരെ പറയുന്നു, ആ 4 പേരും നുണയന്മാരായിരുന്നു എന്ന്. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു ചരിത്രത്തെ തന്നെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. അവർ വെറും നുണയന്മാർ മാത്രമായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ പ്രതിനിധിയുടെ സ്ഥാനം തട്ടിയെടുത്തവരായിരുന്നു എന്നും ആരോപിക്കുന്നു. അതായത് അവർ ഒരു വ്യാജ സംവിധാനം തന്നെ കെട്ടിപ്പടുത്തു. കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാവുകയാണ്. ആരോപണങ്ങൾ തീരുന്നില്ല. അത്യാഗ്രഹം, അധികാരമോഹം. എന്തിന്? ഇമാമിന്റെ പേരിൽ വ്യാജരേഖകൾ വരെ ഉണ്ടാക്കിയെന്ന് ഈ വാദം പറയുന്നു. ഒരു കാര്യം ഓർക്കണം, ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാ ആരോപണങ്ങൾ? ഇമാമിന്റെ പേരിൽ കള്ളം പറഞ്ഞു, അനുയായികളെ വഞ്ചിച്ചു, യഥാർത്ഥ പ്രതിനിധിയുടെ സ്ഥാനം തട്ടിയെടുത്തു, അത്യാഗ്രഹം കാണിച്ചു, വ്യാജരേഖ ചമച്ചു. ഇതൊക്കെയാണ് ആ 4 പേർക്കെതിരെയുള്ള പ്രധാന കുറ്റങ്ങൾ. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഒരു അധികാര വടംവലിയുടെ കഥ കൂടിയായി മാറുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, അല്ലേ? ഈ പറയുന്ന 4 പേരും മുൻപുള്ള ഇമാമുമാരുടെ ഏറ്റവും വിശ്വസ്തരും അടുത്ത ആളുകളുമൊക്കെ ആയിരുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്? ഒരു വിശ്വാസിക്ക് എങ്ങനെ വഞ്ചകനാകാൻ കഴിയും? അതെ, നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് കാര്യം. ഒരു കാലത്ത് അത്രയും വിശ്വസ്തരായിരുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു ചതി ചെയ്യാൻ കഴിയുന്നത്? അതിനവർ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ഇതാണ് അതിന്റെ കാതൽ. ഇന്നലകളിലെ നന്മ നാളത്തെ വിശ്വാസത്തിനൊരു ഗ്യാരണ്ടിയും തരുന്നില്ല. ആളുകൾക്ക് മാറാം. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും പരീക്ഷണങ്ങളിൽ വീണുപോയേക്കാം. നല്ലവരായി തുടങ്ങിയവർക്ക് വഴിയിൽ വെച്ച് കാലിടറാം. വിശ്വാസത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് അവിശ്വാസത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ ഒരു നിമിഷം മതി. നോക്കൂ, ഈ മാറ്റം എങ്ങനെയാ സംഭവിച്ചത് എന്ന് അവർ പറയുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം തികഞ്ഞ വിശ്വാസം, ഇമാമുമാരുമായി വളരെ അടുത്ത ബന്ധം. പിന്നീട് വഞ്ചന, അതായത് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ അവർ വഞ്ചിച്ചു. ആ ഒരൊറ്റ പ്രവൃത്തി അവരെ അവിശ്വാസത്തിലേക്ക് തള്ളിയിട്ടു. വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പടിയിറക്കം. തങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ അവർ കുറച്ച് ശക്തമായ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കാലത്ത് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത മാലാഖയായിരുന്ന സാത്താൻ അഹങ്കാരം കൊണ്ട് വീണുപോയ കഥ. അതുപോലെ അനുഗ്രഹീതനായിരുന്ന ബലാം വഴിപിഴച്ചുപോയതും എന്തിന് ചില പ്രവാചകന്മാർക്ക് പോലും അവരുടെ പദവി നഷ്ടപ്പെട്ടതുമായ സംഭവങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആശയം വളരെ വ്യക്തമാണ്. ആർക്കും വീഴ്ച സംഭവിക്കാം. അപ്പോൾ ഈ 4 പേരുമല്ല യഥാർത്ഥ ആളുകളെങ്കിൽ പിന്നെ ആരായിരുന്നു അത്? ആരായിരുന്നു 12ാമത്തെ ഇമാം യഥാർത്ഥത്തിൽ നിയമിച്ച ആ ഒരേയൊരു പ്രതിനിധി? ഇനി നമ്മൾ ഈ ചരിത്രത്തിന്റെ ആരും കാണാത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. 1. ഈ ഒരൊറ്റ സംഖ്യ. ഇതിലാണ് ഈ വാദത്തിന്റെ എല്ലാം കാതൽ. 4 എന്ന ആശയത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരം ഇതാണ്: ഒരേ ഒരാൾ. മുഖ്യധാര ചരിത്രം പറയുന്ന 4 എന്ന സംഖ്യയെ
ഈ വാദം തള്ളിക്കളയുന്നത് ഇങ്ങനെയാണ്: 4 വ്യാജന്മാരുടെ നിഴലിൽ ഒരുപക്ഷെ മറഞ്ഞുപോയ ഒരൊറ്റ സത്യം. അവർ പറയുന്നു, ഇമാം 4 പേരെ നിയമിച്ചിട്ടേയില്ല, പകരം ഒരാളെ മാത്രം ചുമതലപ്പെടുത്തി. ദാ ഇത് കേട്ടു നോക്കൂ. അദ്ദേഹം ഒരു പ്രതിനിധിയെ നിയമിച്ചു, ഒരു ദൂതനെ അയച്ചു, പക്ഷേ അത് ഒരേ ഒരു വ്യക്തിയായിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല, അല്ലേ? വീണ്ടും വീണ്ടും അവർ ഊന്നിപ്പറയുന്നത് ഈ ഒന്ന് എന്ന ആശയത്തിലാണ്. അങ്ങനെ നമ്മൾ ആ നിർണായകമായ വെളിപ്പെടുത്തലിലേക്കെത്തുകയാണ്. ആരായിരുന്നു ആ ഒരേയൊരാൾ? ഈ വാദമനുസരിച്ച് ഇമാമിന്റെ യഥാർത്ഥവാതിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ദൂതൻ മുഹമ്മദ് ബിൻ നുസൈർ ആയിരുന്നു. ചരിത്രത്തിൽ ഒരുപക്ഷെ മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ട ഒരു പേര്. അപ്പോൾ നമ്മൾ 2 തരം ചരിത്രം കണ്ടു. ഒന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്, മറ്റൊന്ന് തിരസ്കരിക്കപ്പെട്ടത്. ഇത് ഈയൊരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ചരിത്രം എപ്പോഴും എഴുതുന്നത് വിജയികളാണെന്ന്. അത് ശരിയാണോ? എങ്ങനെയാണോ ഒരു കഥ ഔദ്യോഗിക ചരിത്രമായി മാറുന്നത്, മറ്റൊരു കഥ കെട്ടുകഥയായി തള്ളപ്പെടുന്നത്? ആരുടെയൊക്കെ ശബ്ദമാണ് ചരിത്രത്തിൽ നിന്നിങ്ങനെ മായ്ച്ചു കളയുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു.